ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. ഇന്ന് ഭദ്രകാളി അമ്മയ്ക്ക് നമ്മളോട് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ആലോചിക്കാം, ഞാൻ ഇനി എന്താണ് അമ്മ അടുത്തത് ചെയ്യേണ്ടത് എന്ന് നമുക്ക് അമ്മയോട് ചോദിക്കാം. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നീ ഒരുപാട് കാലമായി അവഗണിക്കപ്പെടുന്നു അല്ലേ? പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല. നിനക്ക് ആരും വില നൽകുന്നില്ല. നിൻ്റെ കരച്ചിലിന് ആരും കാത് തരുന്നില്ല. നീ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് എന്നിലേക്ക് വന്നത്. ഞാൻ നിൻ്റെ വിളി കേട്ടിരിക്കുന്നു. നീ ഒന്ന് കേട്ടുകൊള്ളുക. ഈ പ്രപഞ്ചം തന്നെ മാറുന്നു. നിനക്ക് വേണ്ടി വഴിയൊരുക്കുന്നു. നിനക്ക് വേണ്ടി ആൾക്കാരെ വിടുന്നു. നിന്നെ മാറ്റാൻ, നിൻ്റെ വഴികൾ തുറക്കാൻ വേണ്ടി നിൻ്റെ ഭാഗ്യത്തിൻ്റെ വഴി തുറക്കപ്പെടുന്നു. കരച്ചിൽ നിർത്തൂ മകനെ. എൻ്റെ കരങ്ങളിൽ നിന്നും സുരക്ഷിതനാണ്. അവിശ്വസിക്കാതെ എന്നെ മനസ്സിൽ വിചാരിക്കൂ. നീ ഈ സന്ദർഭം നിന്നെ തന്നെയാണ് സംശയിക്കുന്നത്. നിനക്ക് ധൈര്യമില്ല. നിനക്ക് പേടിയാണ് എല്ലാത്തിനും. നീ ഓവർ തിങ്ക് ചെയ്യുന്നു. നീ നെഗറ്റീവ് തോട്ട്സുകളാൽ നിൻ്റെ തല പുകയുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പം ചിന്തിക്കുന്നതേ ഇതാണ്, നെഗറ്റീവായിട്ടുള്ള കുറേ തോട്ട്സ്. എങ്ങനെ രക്ഷപ്പെടും, ഈ പ്രശ്നം എങ്ങനെ ഞാൻ പരിഹരിക്കും, ഈ കേസിൽ നിന്ന് ഞാനെങ്ങനെ തലയൂരും, എനിക്ക് മനസ്സമാധാനം എവിടെ നിന്ന് കിട്ടും, എനിക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും, ഈ ജോലിഭാരം കാരണം എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല, എനിക്ക് ഓടി രക്ഷപ്പെടാൻ തോന്നുന്നു, എനിക്ക് ഈ ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇല്ല, നിന്നെ ഞാനങ്ങനെ കൈവിട്ട് കളയില്ല. നിന്നെ ഞാൻ എൻ്റെ 2 കൈകളിലും സുരക്ഷിതയായി വെച്ചിരിക്കും. കളിയാക്കട്ടെ, ഒരു ഭാഗത്ത് നിന്ന് കളിയാക്കുന്നവരെല്ലാം കളിയാക്കട്ടെ. അതാ മൂലയ്ക്ക് അവിടെ ഇരിക്കും. നീ വളരും. ഈ ഭൂമിയിൽ നീ വന്നിട്ടുണ്ടെങ്കിൽ, നീ ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഭക്തനായി നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, നിന്നെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല. നിൻ്റെ മനസ്സിലിപ്പം ഭയമാണ്. ഈ സന്ദർഭത്തിൽ നിനക്ക് സംശയമാണ്. അതെടുത്ത് കളയൂ. നിനക്ക് മുന്നോട്ടുള്ള വഴിയിൽ വെളിച്ചം ഞാൻ തെളിക്കും. ഒന്നാമത്തെ കാര്യം, നീ എന്ത് കാര്യത്തിന് പോയാലും എന്നെ വിളിക്കുക, ഞാൻ നിൻ്റെ കൂടെ വരും. നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നീ വിജയിച്ച് തന്നെ നിൻ്റെ മടക്കമുള്ളൂ. ഓക്കെ. രണ്ടാമത്തെ കാര്യം, നീ നിനക്ക് തന്നെ സമാധാനം കൊടുക്കുക. നിൻ്റെ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുക. നിൻ്റെ തലയ്ക്ക് കുറച്ച് നേരം ഒരു വെളിവ് വീഴട്ടെ. എന്തിനാ ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നത്? ഞാനില്ലേ കൂടെ. എന്തിന് കുഞ്ഞേ നീ ഭയപ്പെടുന്നു? ഞാനില്ലേ നിൻ്റെ കൂടെ. മൂന്നാമത്, നീ തോറ്റുപോയി. പിന്നെ പരീക്ഷ എഴുത്. നീ എന്തിനു വേണ്ടിയിട്ടാ ഇങ്ങനെ? ചിന്ത വേണ്ട. നടക്കുമ്പോൾ എങ്ങനെയാ? വീഴും എഴുന്നേക്കും. അവസാനമോ നല്ലോണം ഓടും നമ്മൾ. അതുപോലെ ഈ ചെറിയ കാര്യത്തിനൊന്നും വിഷമിക്കാതെ. രാത്രി എന്തിനാ ഉറക്കം കളയുന്നേ? സമാധാനമായിട്ടിരിക്കുക. ഈ പ്രശ്നം നിൻ്റെ എല്ലാ കാലത്തും നിലനിൽക്കില്ല. മാറ്റം വരും. ഈ പ്രപഞ്ചത്തെ തന്നെ മാറ്റി നിനക്ക് പോസിറ്റീവായിട്ട് ഞാൻ കൊണ്ടുവരും. നീ സമാധാനമായിരിക്കുക. മനസ്സ് ശാന്തമാക്കുക. അതും രാവിലെ ഉള്ള നെഗറ്റീവ് ചിന്തകൾ മാറ്റൂ. രാവിലെ ഉള്ള എഴുന്നേറ്റ് വരുമ്പോഴേ കലപില, ഇതെങ്ങനെ ശരിയാവും, ഇതെങ്ങനെ ഞാൻ പോവും, എല്ലാത്തിനും ഈ നെഗറ്റീവ് ചിന്തകൾ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോടും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോടും എല്ലാം ആ ദേഷ്യം തീർക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ. ഈ സാഹചര്യം മാറും. ഞാൻ മാറ്റിത്തരും. നിനക്ക് വേണ്ടി എൻ്റെ ഭക്തയായതുകൊണ്ട് മാത്രം. നീ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാം എന്നുള്ളൊരു രീതി വേണ്ട. കുറേശ്ശെ ചെയ്ത് തീർക്കുക. മടി കളയുക. എല്ലാ കാര്യത്തിനും എന്തേ ഇത്ര സംശയം? ഇത് നടക്കുമോ നടക്കത്തില്ലയോ? അവിശ്വാസം, അത് കളയുക. ഓരോ ദിവസവും പ്രതീക്ഷയോടെ ഉണരുക. ഭയം കുറയും. ചുറ്റുമുള്ള ആളുകളെല്ലാം ഞാൻ മാറ്റും. അവരുടെ എല്ലാം സ്വഭാവം പെട്ടെന്ന് തന്നെ മാറുന്നതായിട്ട് നിനക്ക് കാണാൻ സാധിക്കും.
നിന്നോട് എതിർത്ത് സംസാരിച്ചവരെല്ലാം നിന്നോട് വളരെയധികം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നിന്നോട് സംസാരിക്കാൻ ഇടയാക്കും. കാലചക്രം ഞാൻ വഴിതിരിച്ചു വിടും. ഭയപ്പെടേണ്ട കുഞ്ഞെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്.